നമ്മളിവിടെ പലപ്പോഴും നമ്മുടെ മതേതരത്വം അല്ലെങ്കിൽ മത സഹിഷ്ണുത എന്നൊക്കെ പറഞ്ഞാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് സംസ്കാരത്തെപ്പറ്റി പറയുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് മതങ്ങളെങ്ങോട്ട് പൊക്കോട്ടെ, മതങ്ങൾ നമ്മൾ ഉദ്ധരിക്കാൻ വിടണ്ട. നമ്മൾ മനുഷ്യരെ വിശ്വസിക്കുകയല്ലേ കുറച്ചുകൂടെ നല്ലത്. മനുഷ്യർ പരസ്പരം വിശ്വസിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ മതം. മതങ്ങൾ വിശ്വസിച്ചോട്ടെ വിരോധം, പക്ഷേ നമ്മൾ പരസ്പരം വിശ്വസിക്കണം. പരസ്പരം നമ്മൾ കാണേണ്ടവരാണ്, പരസ്പരം ഒന്നിച്ച് ജീവിക്കേണ്ടവരാണ്. നമ്മളെല്ലാവരും ഒരേ വായു വിശ്വസിച്ച് ഒരേ സൂര്യവെളിച്ചത്തിൽ ജീവിക്കുന്ന, ഒരേ സൂര്യവെളിച്ചത്തിൻ്റെ എനർജി കൊണ്ട് ജീവിക്കുന്നവരാണ്. സൂര്യനും മഴയ്ക്കും വെള്ളത്തിനും ഒന്നും മതവുമില്ല, ജാതിയുമില്ല, രോഗങ്ങൾക്കുമില്ല. പക്ഷേ എന്നാലും നമ്മളിതിലെല്ലാം ഒരുപാട് വേർതിരിവുകൾ കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. വേർതിരിവുകൾ കണ്ടെത്താൻ ശ്രമിക്കുന്നത് നമ്മുടെ സ്വാർത്ഥലാഭത്തിന് വേണ്ടി തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളും ഓരോ കാര്യങ്ങളും ഉണ്ടാകാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത്. അതും നമ്മുടെ സ്നേഹത്തിൽ തന്നെയാണ്, മനുഷ്യ സ്നേഹത്തിൽ തന്നെയാണ് അവസാനിക്കുന്നത്. കാലമുണ്ടായ അല്ലെങ്കിൽ ലോകമുണ്ടായ കാലം മുതൽ പരസ്പരം നമ്മൾ പറയുന്നത് സ്നേഹത്തെ പറ്റിയാണ്. നമ്മുടെ സ്നേഹമുണ്ടാകുന്നത് തന്നെ മനുഷ്യൻ്റെ ഉള്ളിൽ തന്നെയുള്ള നമ്മുടെ ശത്രുവിനെ, അതായത് നമ്മളിലുള്ള പൈശാചികമായ ഭാവത്തെ, അതിനെ ദേവഭാവത്തിലേക്ക് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ മനുഷ്യരാകുന്നത്, നമ്മൾ ദേവഭാവത്തിലേക്ക് എത്തുന്നത്, നിങ്ങൾ മനുഷ്യനപ്പുറത്തേക്ക് വളരുന്നത്. പക്ഷേ അത് അപൂർവം ചില ആളുകൾക്കേ ഉള്ളൂ ആ സിദ്ധി. പക്ഷേ എല്ലാ മനുഷ്യർക്കും സിദ്ധിച്ചേക്കാവുന്നൊരു സിദ്ധി തന്നെയാണ്. ലോകം മുഴുവൻ അങ്ങനെ ആയിത്തീരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരു അത്യാഗ്രഹമാണ്. അങ്ങനെ നടക്കില്ല. വളരെ ലോലമാനസരായവർ ചിലപ്പോൾ ഈ പൈശാചിക ഭാവത്തിന് കീഴടങ്ങി പോകുന്ന അവസരങ്ങളുണ്ടാകും. പക്ഷേ നമുക്ക് ഈ യുദ്ധം, നമ്മളിൽ തന്നെയുള്ള നന്മയും തിന്മയും തമ്മിലുള്ള യുദ്ധത്തിൽ നമ്മൾ ജയിച്ചാൽ മാത്രമേ ഈ ലോകത്ത് നന്മ ഉണ്ടാവൂ. അതുതന്നെയാണ് നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത്. ആ സംസ്കാരം തന്നെ തുടരട്ടെ, ആ യുദ്ധം നടക്കട്ടെ, യുദ്ധത്തിൽ നമുക്ക് എല്ലാവർക്കും വിജയിക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു.